ഹലോ. ആ പറയട്ടെ. ആ അതെ, എനിക്ക് സിറ്റി ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം, ഒന്ന് വരുമോ? അയ്യോ, സമയം എത്രയായി? രാത്രി 12 മണി കഴിഞ്ഞല്ലോ. എന്തൊക്കെ? മോനക്ക് സുഖമില്ല, പനിയാ. ഓ, ഇപ്പൊ തുടങ്ങിയതാ? ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുള്ള തുടങ്ങിയിട്ട്. അതെയോ? ആ, ഈ രാത്രി 12 മണിക്കുള്ള പനി എന്താന്നുള്ളത് മനസ്സിലായി. മനസ്സിലായോ? പിന്നെ വേഗം കൊണ്ട് പോകുന്നൂടെ? ഇന്നത്തെ കണക്കുള്ള പനിയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്നാ വേഗം വായോ. വേഗം വായു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ ഞാൻ ഈ ഓട്ടോ ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാലേ ഉള്ള വിഷയങ്ങൾ അറിയാമല്ലോ. ഒന്നാമത്തെ വിഷയം ആരെയും പേടിക്കണ്ട. പേടിക്കണ്ടെന്ന് പറയാത്ത കാര്യമില്ല. നിങ്ങൾക്ക് പേടിക്കണ്ട, പക്ഷെ എനിക്ക് പേടിക്കണം. എന്ത് ഒരു പെണ്ണായി കിടക്കണ എനിക്കില്ലാത്ത പേടിയാണോ നിനക്ക്? നീ ഒന്നും ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇവിടെ പോർച്ചിലേക്ക് കാറ് കയറ്റിടാം, സോറി ഓട്ടോ കയറ്റിടാം. അപ്പൊ അമ്മക്ക് കാറൊന്നും ഇല്ലേ? നമ്മള് ഗൾഫുകാരനൊന്നും അമ്മാന് പാവം പിടിച്ചവര് അവിടെ കാറ് കിടന്നിട്ട് അത് ഡ്രൈവിംഗ് അറിയാം, എന്നിട്ടും ഓട്ടോ വിളിച്ച് ഹോസ്പിറ്റലിൽ പോയിക്കോളും. അത് നിന്റെ ഓട്ടോ വിളിക്കുമ്പോ ഒരു സുഖാണ്, ഒരു രസമാണ്. എന്റെ ഓട്ടോ തന്നെ വിളിക്കണം. അവസാനം ഓടിച്ചൊരു പരുവാണത്. കൂടുതലൊന്നും വർത്താനം പറയാണ്ട് വേഗം വാ. ഞാനിവിടെ ബാക്കിലെ ഡോർ തുറന്നിടാം. കൂടുതൽ വർത്താനം പറയാം. ഞാൻ പിന്നെ ഇപ്പൊ കൊണ്ടുവന്ന ഓട്ടോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന എടുത്തിട്ടാ മതിയോ? അവിടെ അറിഞ്ഞ സംശയമില്ല. നിങ്ങൾ അയൽവാസികളൊക്കെ മറ്റേ അഗ്രഗണ്യന്മാരാ. ഏയ്, ഇവിടെ ആർക്കും സംശയമൊന്നുമില്ല, അക്കാര്യം പേടിക്കൊന്നും വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം അവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോകുന്നത് ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു രാത്രിയായിട്ട്. ഈ അവിടെ ആർക്കൊന്നും ഉറക്കമൊന്നും ഇല്ലയോ? എന്നാ ഒരു കാര്യം ചെയ്തോ, നീ നിന്റെ ബൈക്കിന് പോരെ, ഓട്ടോ കൊണ്ടുവരണ്ട. അതാകുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആ ഫ്രണ്ടിലുള്ള കടയുടെ അവിടെ ഇറക്കി വെക്കുകയും ചെയ്യാം. അവിടെ ഇറക്കി വെക്കുകയും ചെയ്യാം, നല്ല സുഖമായിട്ട് വീട്ടിലോട്ട് വരികയും ചെയ്യാം. ബാക്കിലത്തെ ഗേറ്റ് തുറന്നു നടക്കുമല്ലോ? ബാക്കിലെ ഗേറ്റ് ഞാൻ ഇന്ന് 6 മണിയാകുമ്പോ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നീ അതിലൂടെ കേറിയിട്ട് ബാക്ക് ഡോർ വഴി കേറിക്കോ. ഇവിടെയാണെങ്കിൽ ആരും ഇല്ല. മോനും ഉമ്മയും കൂടിയൊക്കെ ഒരു ഇന്നൊരു പാർട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു ഒരു നാളെ രാവിലെ വരുള്ളൂ, എന്നൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി ഓക്കെ എന്ന് പറഞ്ഞു. അവസരം കിട്ടാൻ നീ കൂടുതൽ പറയാണ്ട് വേഗം വായോ. എന്ത് പറയാതെ എന്റെ കൂപ്പാട്ടം വെക്കാൻ വേണ്ടിട്ടല്ലേ? പിന്നെ എനിക്ക് എന്താണ്, ഒന്ന് പോയാ ഇവിടുന്ന്. ഇന്ന് ഞാൻ വേറെ ആളെ നോക്കിക്കോളാം, നീ വരണ്ട. നിങ്ങക്ക് പിന്നെ നോക്കാമല്ലോ. പിന്നെ ആ ഒരു കാര്യം പറയട്ടെ, ഈ നമ്മുടെ ഈ ബന്ധമൊന്നും ആ ഓട്ടോക്കാരോട് വിളിച്ച് പറയരുതട്ടാ, അപ്പുറത്തുള്ളവരോടൊന്നും. ഞാനൊരു കാര്യം ചെയ്യാം, നാളെ ഞാനൊരു മൈക്ക് വെച്ചിട്ട് എന്റെ കൂട്ടായി തന്നെ മറ്റേ ഒരു കോളാമ്പി വെച്ച് കിട്ടിയിട്ട് എന്നാ പേടിക്കണ്ട. ഷെരീഫ് കാരുടെ സ്വഭാവം അറിയാലോ. ഷെരീഫ് വന്നിട്ട് ചോദ്യം പറിച്ചൊന്നുണ്ടല്ലോ, വെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. നാട്ടിലേക്ക് വരുന്നത് അറിയില്ല, അടുത്ത മാസം കണ്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ചിലപ്പോ സർപ്രൈസ്. പോയിട്ട് ഇപ്പൊ 8 മാസമായി. ഓ, അങ്ങേർക്കൊക്കെ കയ്യില് കാശില്ലല്ലോ, ഇഷ്ടം പോലെ പെണ്ണുങ്ങള് കിട്ടും. പിന്നെ നമ്മൾ എന്ത് കാര്യമൊന്നും പറയല്ലേ? അതെ അതെ, ഇവിടെ കിടക്കണമെങ്കിലേ രാപ്പനി അറിയൂ എന്നുള്ളത് നീ കേട്ടിട്ടില്ലേ? അങ്ങനെ തന്നെയാണല്ലോ. മനസ്സിലായി, രാത്രി എന്താന്നുള്ളത് എനിക്ക് മനസ്സിലായത്. നിങ്ങളിപ്പോ നമ്മുടെ ഓട്ടോനെ നീ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നേരം കളയാണ്ട് വേഗം വാചക്ക. കൊറേ ടൈം ആയില്ലേ വിളിക്കൽ തുടങ്ങിയിട്ട്. അതിപ്പോ ഞാനിപ്പോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് വരുന്നത് ഇപ്പൊ സംസാരിക്കുന്നതിന് അപ്പോഴത്തേക്ക് ഒരു മൂടാവൂല. അവിടെ വരുമ്പോഴത്തേക്ക് പിന്നെ കാര്യങ്ങൾ എളുപ്പത്തിലാവും. പിന്നെ അവിടെ വന്ന് സംസാരിക്കാൻ നിൽക്കണ്ടല്ലോ. അല്ലെങ്കിലും ഇവിടെ വന്നാ നിനക്ക് സംസാരം കുറവാണല്ലോ, പിന്നെ മൊത്തം ആക്ഷൻ അല്ലേ? അതെ അതെ അതെ, സംസാരം കുറച്ച് പ്രവൃത്തി കാണിക്കുന്നവരാ. അതെ അതെ, പ്രവൃത്തിയാണ് മാത്രമേ ഉള്ളൂ, സംസാരം കുറവാ. ഞങ്ങളുടെ നാടിന്റെ ഒരു ഗുണം. അതുകൊണ്ടായിരിക്കണമല്ലോ നിങ്ങൾ തെരഞ്ഞു വിളിച്ചത്. അതെ, ഞാൻ വിളിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ നിന്റെ ആ ഒരു പ്രവൃത്തി നല്ല രസമായിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു.
അതെ അതെ അതെ. ഇനി ഒരുപാട് പ്രവർത്തികൾ, വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികളുണ്ട്. അതാണ് എനിക്ക് വേണ്ടത്, വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികള്. വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തികൾ എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമായിരിക്കും. നീ അത് പറയുമ്പോ ഇത് പറയുമ്പോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്നോ? കൊറേ സമയമായി ഞാൻ വിളിക്കണ്, ഒന്ന് വേഗം വാ. ഞാൻ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തുമല്ലോ. ഞാൻ എപ്പോഴല്ലേ സംസാരിക്കുന്നേ, അപ്പൊ എനിക്ക് കുഴപ്പമില്ലല്ലോ. ആ വണ്ടി ഓടിച്ചു വരാൻ വേണ്ടിട്ട് അധികം താമസമൊന്നും വേണ്ടല്ലോ. 5 മിനിറ്റ് വരെ അങ്ങോട്ട് എത്താൻ വേണ്ടിട്ട് സംസാരിച്ചു. ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടാവും? ഞാനാ? ഇല്ല ഇല്ല. അവിടെ വല്ല ഇരിപ്പുണ്ടോ? നിങ്ങളുടെ വല്ല ഇരിപ്പുണ്ടോ? കൊറച്ച് കുപ്പിയിൽ കൊറച്ചെന്തോ ബാക്കി ഇരിപ്പുണ്ട്. നിങ്ങളുടെ കാക്ക കഴിച്ചതിന്റെ ബാക്കിയാണ്. ഏതായിരിക്കുന്നു? ഏതോ വോഡ്ക്കയാണ് തോന്നണോ, ഞാൻ ശ്രദ്ധിച്ചില്ല ലേബിള്. ഞാൻ പിന്നെ പണി പോളും. വിഷയാവണം, അതാണ് ഇവിടെ വേണ്ടത്. വിഷയാക്കണോ? അത് നിങ്ങൾക്കത് പറയാ. നാളെ രാവിലെ എനിക്ക് ഓട്ടോ ഉള്ളതാണ്, മെഡിക്കൽ കോളേജിന് ഒരു ഓട്ടോ ഉള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടുള്ള ഓട്ടോ മതി. ആ ഓട്ടോക്ക് പോയാൽ എത്ര കിട്ടുക? പക്ഷെ അതിന്റെ ഇരട്ടി ഞാൻ തരും നിനക്ക്. അതിന് വേണ്ടിട്ടില്ലല്ലോ നമ്മള് പരിചയപ്പെട്ടത്. ഞാൻ ഇങ്ങോട്ട് ഇതുവരെ പൈസ വെച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ ഇപ്പൊ ഇത് പറയണ്ടെന്നാലും നാളെ രാവിലെ ഓട്ടോ ഉണ്ട് എന്ന് പറയണ്ട. നാളെ പിന്നെ ഓട്ടം പോയല്ലേ കുടുംബം കഴിയണ്ടേ? അതിനല്ല ഞാൻ പറഞ്ഞത്, അതിന്റെ ഇരട്ടി ഞാൻ തരാന്ന്. തരാനാണ് എത്ര കാലം തരുന്നത്? എത്ര കാലമാണോ എന്റെ കൂടെ നിൽക്കുന്ന അത്രയും കാലം തരും. പിന്നെ നമുക്കങ്ങ് വിളിച്ചോടിയാലോ പിന്നെ. അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമുക്ക് രണ്ടുപേർക്കും കൂടി വിളിച്ചോടി പോവാം. എന്തു പറയുന്നു? അതെ 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 അതെ. എനിക്ക് പിന്നെ പ്രശ്നമൊന്നുമില്ല. എനിക്ക് ഫാമിലി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഉമ്മായി പാപ്പായി മാത്രമേ ഉള്ളതുകൊണ്ട് എനിക്ക് വിഷയമൊന്നുമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതല്ല. എനിക്ക് അതൊന്നും ഒരു വിഷയമല്ല. എനിക്ക് എന്റെ കാര്യം മാത്രമേ. നിങ്ങൾക്ക് ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂന്നല്ലോ. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളത്. എനിക്ക് അത് തന്നെ ഉള്ളൂ. ഞാൻ എന്തിനാ വെറുതെ നല്ല പുള്ളിയായിട്ട് നിന്റെ മുന്നിൽ അഭിനയിക്കുന്നത്? ഓരോ ആളുകൾക്കും ഇതൊക്കെ തന്നെയാണ് കൂടുതലായിട്ട് ചിന്ത ഉണ്ടാവുക. നീയും അങ്ങനൊക്കെ തന്നെയല്ലേ? ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കര വിഷയമാണ്. അത് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കിട്ടാതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്നാലേ മോനെ വേഗം ഇങ്ങ് പോരെ. കൂടുതൽ അവിടെ ഇരുന്നിട്ട് ചിന്തിക്കാൻ വേണ്ട, എന്താ പറയാ, നിങ്ങളുടെ ഓപ്പോസിറ്റ് വീട്ടിലെ ലൈറ്റ് ഓൺ ചെയ്ത് ഓണാന്ന് നോക്കി. ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഓണാണല്ലോ. അത് വിഷയമാണല്ലോ. കാരണം അതിന് പുറത്തുകൂടെ വരുന്നത് അവിടെ ഒരു നശിച്ച ഒരു കളവനുണ്ട്. ഒരു കാര്യം ചെയ്യ, അതിന്റെ ഓപ്പോസിറ്റ് കാണുന്ന ആ ഒരു മരമല്ലേ, അതിന്റെ ബാക്കിൽ കൊണ്ടുപോയി വണ്ടി നിർത്തിയിട്ട് പതിയെ ഇങ്ങ് നടന്ന് ഈ ഒരു സൈഡിലോട്ട് വാ. ഒന്നാമത്തെ കാര്യം, ഏറ്റവും ലാസ്റ്റത്തെ വീടാണ് നിങ്ങളുടെ. അതിന് തൊട്ട് മുമ്പുള്ള വീടാണ്. കാരണം അങ്ങനെ കറക്റ്റ് ആയിട്ട് അത് വാച്ച് ചെയ്യും. ആ നാറയ്ക്ക് അങ്ങനെയുള്ള ഒരു നിങ്ങളെ കറക്കാനാണെന്നൊരു സംശയമുണ്ട് അത് കള്ളക്കളവിന്. ഞാൻ എന്തായാലും ഇറങ്ങി നോക്കാം. എന്നിട്ട് ഞാൻ സിഗ്നല് തരുമ്പോ നീ കേറി വന്നാ മതി. ഓക്കെ? ശരി ശരി ശരി. ആയിക്കോട്ടെ. ശരി. ഓക്കെ ഓക്കെ, ഞാൻ ഇപ്പൊ വിളിക്കാം. ശരി. ശരി.